ജീവിതത്തിൽ മറക്കാനാവാത്ത സ്ഥാനം വഹിക്കുന്നവളാണ് അമ്മ. ഒരു ശിശുവിന്റെ ജനനം മുതൽ അവന്റെ ആദ്യ ഗുരുവും ആദ്യ വഴികാട്ടിയും ആദ്യ സുഹൃത്തും അവരുടെ അമ്മയാണ്. ആരുമില്ലെന്ന് തോന്നുമ്പോൾ ഒന്ന് ഓടിച്ചെല്ലുമ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ എനിക്കും നിനക്കും ഒരു അമ്മയുണ്ട്. തന്റെ ജീവിതത്തിന്റെ സുഖവും സന്തോഷവും എല്ലാം മാറ്റിവെച്ച് തന്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കുന്ന ഒരമ്മ. സ്നേഹം നിറഞ്ഞവരെ, ലോകത്തിന്റെ അമ്മ ഒരു മകനെ അല്ലെങ്കിൽ മകളെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ എങ്കിൽ ഇതിനും അപ്പുറം സ്നേഹിക്കുന്ന ഒരമ്മ നമുക്കുണ്ട്. ആ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. കേൾക്കരുതാത്ത വാർത്ത ദൂതനിൽ നിന്ന് കേൾക്കേണ്ടി വന്നപ്പോഴും പെട്ടെന്ന് തന്നെ ഉണ്ണിയേശുവിനെ കൊണ്ട് പലായനം ചെയ്യേണ്ടി വന്നപ്പോഴും നന്നേ ചെറുപ്പത്തിലെ വൈദ്യവിത്തിന്റെ കയ്പുനീര് കുടിക്കേണ്ടി വന്നപ്പോഴും തന്റെ പ്രിയപുത്രൻ ആകാശത്തിൽ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്നത് കാണേണ്ടി വന്നപ്പോഴും ആ അമ്മയുടെ ഹൃദയവേദന രക്തക്കണ്ണുനീരായി പ്രവഹിക്കുകയായിരുന്നു. സ്നേഹമുള്ളവരെ, അത് വെറും ഒരു മാതൃസ്നേഹത്തിന്റെ വേദനയായിരുന്നില്ല, മറിച്ച് മാനവ മക്കളെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ക്രിസ്തുവിന്റെ വഴിയിലെ കുരിശിന്റെ വഴിയിലെ രക്തക്കണ്ണുനീരായിരുന്നു. ഈ ലോകം ഇന്ന് അതിക്രമങ്ങൾക്കും അക്രമങ്ങൾക്കും പിന്നാലെ പായുമ്പോൾ ഈ അമ്മയുടെ കണ്ണിൽ നിന്നും വീണ്ടും രക്തക്കണ്ണുനീർ പ്രവഹിക്കുന്നതായി നാം തിരിച്ചറിയണം. തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്, ഉണ്ണി ഈശോയെ ദേവാലയത്തിൽ വെച്ച് നഷ്ടപ്പെട്ടപ്പോൾ സ്നേഹമുള്ള അമ്മ ഓടി നടന്ന് തന്റെ പ്രിയപുത്രനെ കണ്ടെത്തുന്നു, അവനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. അത് സ്നേഹമുള്ളവരെ, തിരുവചനം നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് ഒന്നാണ്, പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരാരും ഒരിക്കലും നശിച്ചു പോവുകയില്ല എന്ന തിരുവചനം. അതേ സ്നേഹമുള്ളവരെ, ഈ ലോകത്തിന്റെ പിന്നാലെ നമ്മൾ പരക്കം പായുമ്പോൾ നമ്മുടെ മനസ്സും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമുക്ക് അഭയം തേടാം. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.